ഹായ് ഡോക്ടർ. നമ്മൾ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് മലബന്ധമുണ്ട്, പിന്നെ ഒരു കൃത്യമായിട്ട് വയറ്റ് തോന്നാണ്ട് പോകുന്നില്ല. അത് 2 3 ദിവസങ്ങളിലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പോവുക, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ പോവുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് പറയാറുണ്ട്. അപ്പോൾ പിന്നെ അവർ കുറച്ച് കഴിയുമ്പോൾ പറയും, എനിക്കിത് വയറ്റിൽ പോകാത്തതുകൊണ്ട് എനിക്കത് പൈൽസായി, മുലക്കുരു വന്നു, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതിപ്പോൾ ആരോടും പറയാനും പറ്റുന്നില്ല, എവിടെയും പോയി കാണിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പറയാറുണ്ട്. അപ്പോൾ ഇത് മലബന്ധം വരുന്നത് ശരിക്കും ഈ പൈൽസിന് കാരണമാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അങ്ങനെ കാരണമാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഈ പൈൽസിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ വയറ്റിന്ന് പോവാത്ത ഇഷ്യൂ ആണെങ്കിലൊക്കെ നമുക്കത് എങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും? കാരണം എല്ലാവർക്കും ഇപ്പം ഈ പറഞ്ഞ പോലെ പുറത്ത് പോയി ചികിത്സിക്കാനോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് കാണിക്കാനോ പറ്റുന്ന സാഹചര്യം ആയിക്കോളാം എന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും? ഓക്കെ, ഇങ്ങനെ സ്ഥിരമായിട്ട് മലബന്ധം വരുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ മലബന്ധം എന്ന് പറയുമ്പോൾ നമുക്ക് മലം അതിലൂടെ പോകാനുള്ളൊരു തടസ്സം കാരണമാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുന്നത്. പലപ്പോഴും പൈൽസ് പോലെയുള്ള രോഗങ്ങളിൽ തന്നെയാണ് നമുക്ക് മലബന്ധം വരുന്നത്. പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിൻ്റെ ഉള്ളിലുള്ള നരമ്പുകൾ തടിക്കുന്നതാണ്. ഇങ്ങനെ തടിച്ച് നിൽക്കുന്ന സമയത്ത് മലം അതിലൂടെ പോകാൻ സ്പേസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് മലബന്ധം വരുന്നത്. കൂടുതൽ ആളുകളിലും പൈൽസ് കൊണ്ടാണ് മലബന്ധം അനുഭവപ്പെടുന്നത്. അല്ലാതെ നമുക്ക് ഫുഡിലുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടോ, നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാത്ത പ്രശ്നം, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകൾ, വെള്ളം കുടിക്കുന്നത് കുറവ് കാരണം നമുക്ക് അതുപോലെ മലബന്ധം വരാം. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് മലബന്ധം വരാറുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് പൈൽസ് പോലെയുള്ള അസുഖങ്ങൾ കൊണ്ടാണ് നമുക്ക് മലബന്ധം വരുന്നത്. ഇപ്പോൾ പൈൽസ് ഞാൻ നേരത്തെ പറഞ്ഞു, മലദ്വാരത്തിൻ്റെ ഭാഗത്തുള്ള നരമ്പുകൾ തടിക്കുന്നതാണ്. അപ്പോൾ തടിച്ച് നിൽക്കുമ്പോൾ മലം പോകാൻ ബുദ്ധിമുട്ട് വരും. ആ സമയത്ത് നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ ആ ഭാഗത്തുള്ള ഈ ഡയലേറ്റ് ചെയ്തിട്ടുള്ള നരമ്പുകൾ പൊട്ടുകയും അതിൽ നിന്നാണ് ബ്ലീഡിങ് വരികയും ചെയ്യുന്നത്. മിക്ക ആളുകളും നമുക്ക് ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മളോട് പറയാറുണ്ട്, ഡോക്ടർ എനിക്ക് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് കഠിനമായിട്ടുള്ള വേദനയാണ്, പൈൽസിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇത്തരം തെറ്റിദ്ധാരണകൾ നമുക്കിടയിലുണ്ട്. എന്നാൽ മലദ്വാരത്തിലുണ്ടാകുന്ന വേദന പൈൽസ് കൊണ്ടല്ല, മലദ്വാരത്തിൽ വരുന്ന ഫിഷർ അല്ലെങ്കിൽ വിള്ളലുകൾ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പൈൽസ് നമുക്ക് കൂടുതൽ ബ്ലീഡിംഗ് ആണ് ഉണ്ടാകുന്നത്. പൈൽസിൻ്റെ കൂടെ തന്നെ ഫിഷർ രോഗം വരുമ്പോഴാണ് നമുക്ക് പൈൽസിൻ്റെ കൂടെ വേദന അനുഭവപ്പെടുന്നത്. ഫിഷർ മാത്രമായിട്ടും നമുക്ക് വരാം. മലബന്ധം കൂടുതലുള്ള ആളുകളിൽ, സ്ഥിരമായിട്ട് മലബന്ധമുള്ള ആളുകൾ കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ മലദ്വാരത്തിൻ്റെ സൈഡ് പൊട്ടിയിട്ട് മുറിവ് വരും. അല്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യം മലം പോകുന്ന ആളുകളിലും ഇതുപോലെ ഫിഷർ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ പൈൽസ്, ഫിഷർ, അതുപോലെ തന്നെ മറ്റൊരു രോഗമാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഫിസ്റ്റുല എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തു നിന്ന് മാറിയിട്ട് ഒരു ചെറിയ ഹോള് വന്ന് ആ ഹോളിൽ നിന്ന് ചെറിയ തടിപ്പ് വന്ന് അവിടെ പഴുപ്പും നീരൊക്കെ വരുന്ന ഒരു അവസ്ഥയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഫിസ്റ്റുല കൂടുതൽ ആളുകളിലും വരുന്നത് കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ, ബൈക്ക് യാത്ര കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ, അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളിലൊക്കെയാണ് ഫിസ്റ്റുല രോഗം വരുന്നത്. അപ്പോൾ ഈ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല പലപ്പോഴും ആളുകൾക്ക് മാറിപ്പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് ഇത് പൈൽസ് ആണോ, ഫിഷറാണോ, ഫിസ്റ്റുലയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. പലപ്പോഴും ആളുകൾ ഇങ്ങനെ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് വേദനയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പച്ചമരുന്നുകളോ അല്ലെങ്കിൽ മരുന്ന് ഷോപ്പിൽ പോയിട്ട് അവിടുന്ന് മെഡിസിൻ വാങ്ങിയിട്ട് കഴിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഇത് കറക്റ്റ് എന്താണ് അസുഖം എന്നുള്ളത് മനസ്സിലാക്കാതെ വേദനയുള്ളവർ പൈൽസിൻ്റെ മരുന്നൊക്കെ ആയിരിക്കും കഴിക്കുന്നുണ്ടാവുക. അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് കൂടുതലാവുക മാത്രമല്ല, അത് കൂടുതൽ വഷളാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരുമ്പോൾ അത് കറക്റ്റായിട്ട് ഒരു ഡോക്ടറെ കാണിച്ച് എന്താണ് അസുഖം എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഫിഷർ രോഗം എന്ന് പറയുന്നത് നമുക്ക് കഠിനമായിട്ടുള്ള വേദനയാണ് ഫിഷർ രോഗത്തിൽ വരുന്നത്. ചില അമ്മമാർ പറയാറുണ്ട്, ഡോക്ടറെ പ്രസവ വേദനയേക്കാൾ കൂടുതലായിട്ടുള്ള വേദനയാണ്, അത്രയും കാഠിന്യമുള്ളൊരു വേദനയാണ് ഫിഷറിൻ്റെ വേദന എന്ന് പറയുന്നത്. നമുക്ക് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ സൂചി കൊണ്ട്, കത്തി കൊണ്ടൊക്കെ വരിഞ്ഞ പോലെയുള്ള വേദനയായിരിക്കും അനുഭവപ്പെടുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മലത്തിൽ ചെറിയ വര പോലെ ബ്ലീഡിങ് കാണാറുണ്ട്. ഇതിൻ്റെ കൂടെ ഇച്ചിങ് വരാം, ചൊറിച്ചിൽ വരാം, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസി വരാം, മലബന്ധം ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ കണ്ടുവരാറുണ്ട്.
പൈൽസിന് നേരത്തെ പറഞ്ഞു കൂടുതലും ബ്ലീഡിംഗ് ആണ് കണ്ടുവരുന്നത്. പൈൽസിന് നമുക്ക് മലം പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ബ്ലീഡിങ് വരാം, അല്ലെങ്കിൽ മലം പോകുന്ന സമയത്ത് അതിൽ നിന്ന് ഉറ്റിയിട്ട് ബ്ലീഡിങ് വരാം, അല്ലെങ്കിൽ മലം പോയി കഴിഞ്ഞിട്ടും ആ ഭാഗത്ത് ബ്ലീഡിങ് കാണാറുണ്ട്. പണ്ടൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഇന്ത്യൻ ക്ലോസറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ആ സമയത്ത് നമുക്ക് മലത്തിലൊക്കെ ബ്ലഡൊക്കെ പോകുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിനുള്ള ചികിത്സ എടുക്കാം. എന്നാൽ ഇന്ന് കൂടുതൽ ആളുകളും യൂറോപ്യൻ ക്ലോസറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മലം നേരിട്ട് വെള്ളത്തിലേക്ക് പോകുന്നത് കാരണം അവിടെ ബ്ലഡ് ഉണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ കൂടുതലായിട്ട് ബ്ലീഡിങ് വരുന്നതും കൂടുതൽ തടിപ്പൊക്കെ ആയിട്ട് 3rd സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ അസുഖം എന്താണെന്നുള്ളത് മനസ്സിലാക്കാറുള്ളത്. പലപ്പോഴും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമ്മുടെ മലദ്വാരത്തിലുണ്ടാകുന്ന എന്ത് അസുഖം ആയിക്കോട്ടെ, പൈൽസ് ആയിക്കോട്ടെ, ഫിഷർ ആയിക്കോട്ടെ, ഫിസ്റ്റുല ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും അത് തുറന്ന് പറയാനും അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാനും പലർക്കും മടിയായിരിക്കും. അപ്പോൾ പലപ്പോഴും ചികിത്സ എടുക്കാതെ വേദന സംഹാരികളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ അതിൻ്റെ വേദനയൊക്കെ കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത്. പൈൽസ് നമുക്ക് 2 തരത്തിൽ വരാറുണ്ട്. ഇൻറ്റേർണൽ പൈൽസ് ആയിട്ട് വരാം, എക്സ്റ്റേണൽ പൈൽസ് ആയിട്ട് വരാം. നേരത്തെ പറഞ്ഞു നമ്മൾ മലദ്വാരത്തിൻ്റെ ഉള്ളിലുള്ള നരമ്പുകൾ ഇങ്ങനെ തടിച്ച് നിൽക്കുന്നതാണ് പൈൽസ് എന്നുള്ളത്. അപ്പോൾ ഉള്ളിലാണെങ്കിൽ നമ്മൾ അതിന് ഇൻറ്റേർണൽ പൈൽസ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിങ്ങനെ തടിച്ച് നിൽക്കുന്ന സമയത്ത് മോഷൻ പോകാൻ ബുദ്ധിമുട്ട് കാരണം നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കും. ഈ പ്രഷർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ മോഷൻ പോകുന്ന സമയത്ത് കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ ഇത് പുറത്തേക്ക് തള്ളി വരാറുണ്ട്. ഇതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുമ്പോൾ നമ്മളതിന് 3 സ്റ്റേജ് ആയിട്ടാണ് പറയാറുള്ളത്. പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരിക, കുരുമലം പോയി കഴിഞ്ഞാൽ ഒരു കുരു പോലെ പുറത്തേക്ക് തള്ളി വരിക, അത് തന്നെ ഉള്ളിലോട്ട് മലം പോയി കഴിഞ്ഞാൽ തന്നെ ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ടെങ്കിൽ അത് സ്റ്റേജ് 1 ആണ്. അതുപോലെ നമുക്ക് പുറത്തേക്ക് തള്ളി വരുന്നത് നമ്മൾ കൈകൊണ്ടാണ് ഉള്ളിലോട്ട് ആക്കി കൊടുക്കുന്നതെങ്കിൽ അത് സ്റ്റേജ് 2 എത്തിയിട്ടുണ്ട്. അതുപോലെ ഈ കുരു ഉള്ളിലോട്ട് പോകുന്നില്ല, പുറത്തായിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ അത് 3rd സ്റ്റേജിലാണ് എത്തിയിരിക്കുന്നത്. ഈ 3rd സ്റ്റേജിലാവുമ്പോൾ പുറമേ തന്നെ നിൽക്കുന്ന സമയത്ത് ആ ഭാഗത്ത് ഇൻഫെക്ഷൻ വരാനും അവിടെ വേദന വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല പോലുള്ള അസുഖങ്ങൾ വരുന്നതെന്ന് നോക്കാം. പൈൽസ് എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾക്കും ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ, അതുപോലെ തന്നെ കൂടുതൽ ഹെവി വർക്ക് നല്ല വെയിറ്റൊക്കെ പൊക്കുന്ന ആളുകളിൽ നമുക്ക് പൈൽസ് രോഗം കണ്ടുവരാറുണ്ട്. കാരണം കൂടുതൽ നേരെ ഇരിക്കുന്ന സമയത്ത് ആ ഭാഗത്തിലൂടെയുള്ള രക്തോട്ടം കുറയും. ഈ രക്തോട്ടം കുറയുമ്പോൾ അവിടെയുള്ള നരമ്പുകളിൽ ഇത് കെട്ടിക്കിടന്നിട്ടാണ് ഇത് വീർത്ത് വരുന്നത്. അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ ഹെവി ഒബ്ജക്ട്സ് ഒക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോഴും ഇത് പുറത്തേക്ക് തള്ളി വരാനും പൈൽസ് പോലെയുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് കൂടുതലായിട്ട് നമ്മൾ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്ന ആളുകളിൽ, അതായത് ചിക്കന്, മുട്ട, ബീഫ് പോലെയുള്ള റെഡ് മീറ്റുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മലബന്ധം വരാനും നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ അത് പുറത്തേക്ക് തള്ളി വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും പൈൽസ് ഉണ്ടെങ്കിലും അത് മറ്റ് കുട്ടികളിലും മക്കളിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഫിഷർ രോഗം കൂടുതലായിട്ട് വരുന്നത് സ്ത്രീകളിലും പ്രവാസികളിലുമാണ്. സ്ത്രീകളിൽ പ്രഗ്നൻസി സമയത്തും അതുപോലെ തന്നെ ഡെലിവറി സമയത്തൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഈ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് അവരിങ്ങനെ വയറ് വീർത്തിരിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം കുടിക്കാൻ മടിയായിരിക്കും. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ വരാനും അത് മലബന്ധം വരാനുള്ള കാരണമാവുകയും അതുപോലെ തന്നെ ആ ഭാഗത്ത് മലബന്ധം കാരണം അവിടെ പൊട്ടിയിട്ട് മുറിവ് വരാനുള്ള കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഡെലിവറി സമയത്ത് നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ ആ ഭാഗം പൊട്ടിയിട്ട് മുറിവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി പ്രവാസികളിലാണെങ്കിൽ കൂടുതലും അവരുടെ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് പ്രവാസികളിൽ ഫിഷർ രോഗം വരുന്നത്. കാരണം അവിടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് കൂടുതൽ ആളുകളും പുറമേ നിന്നുള്ള ഫുഡുകളായിരിക്കും കഴിക്കുന്നുണ്ടാവുക. അവർക്ക് ജോലി തിരക്ക് കാരണം സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനുള്ളൊരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പുറത്തു നിന്നുള്ള ഫാസ്റ്റ് ഫുഡും അതുപോലെ തന്നെ കൂടുതൽ മസാല അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നത് കാരണം അവർക്ക് മലബന്ധം വരാനും അത് ഫിഷർ രോഗം വരാനുള്ള കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ, അതായത് കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, കൂടുതൽ ഡ്രൈവൊക്കെ ചെയ്ത് എന്ന ആളുകളൊക്കെ ആണെങ്കിലും അവർക്ക് ഫിഷർ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. ഫിസ്റ്റുല ഞാൻ നേരത്തെ പറഞ്ഞു, കൂടുതലായിട്ട് ബൈക്ക് യൂസ് ചെയ്യുന്ന ആളുകളിലും ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിലും ഫുഡിലൊക്കെ മാറ്റങ്ങൾ, കൃത്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കാത്ത പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ വരുന്നതാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് രോഗം. ഇനി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ജീവിത രീതിയിലും അതുപോലെ ഭക്ഷണ രീതിയിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും.
അതിലൊന്നാമത് പറയുന്നത് നമ്മുടെ ഭക്ഷണശീലങ്ങളാണ്. അപ്പോൾ ഈ ഫിഷറി രോഗമൊക്കെ ഉള്ള ആളുകളാണെങ്കിലും പൈൽസൊക്കെ ആണെങ്കിലും മലബന്ധം ഒഴിവാക്കുകയാണ് ഏറ്റവും വേണ്ടത്. മലബന്ധം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് വരുന്നത് നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നാരുകൾ നമ്മൾ ഡെയിലി ഒരു 25-30 ഗ്രാം നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ വേണം കഴിക്കാൻ. അപ്പോൾ നാരുകൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ, അതായത് മത്തങ്ങ, കുമ്പളം, അതുപോലെ തന്നെ ക്യാരറ്റ്, ക്യാബേജ്, ഇതിലൊക്കെ കൂടുതലായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരം പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ ഇലക്കറികളിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഫ്രൂട്ട്സിൽ ഒരുപാട് ഈ പേരക്ക, അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട്, ആപ്പിൾ തുടങ്ങിയ പഴങ്ങളിലും ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഫൈബർ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് വെള്ളം കുടിക്കുക. നമ്മൾ ഡെയിലി ഒരു 2-2.5 ലിറ്റർ വെള്ളം കുടിക്കണം. അങ്ങനെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് മലബന്ധം ഒഴിവാകാനും അത് ഫിഷർ പോലെയുള്ള അല്ലെങ്കിൽ പൈൽസ് പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക. സ്ഥിരമായിട്ട് ചില പുരുഷന്മാരിലുള്ള ശീലമാണ് നമ്മൾ കൂടുതൽ സമയം ടോയ്ലറ്റിൽ ഇരിക്കുക എന്നുള്ളത്. കൂടുതൽ സമയം ടോയ്ലറ്റിൽ ഇരുന്നുകൊണ്ട് മൊബൈൽ യൂസ് ചെയ്യുക, ന്യൂസ് പേപ്പർ വായിക്കുക, സ്മോക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള ശീലമുള്ള ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ മസിൽസിന് സ്ട്രെയിൻ വരികയും അവിടെ പൈൽസ്, ഫിഷർ പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ടോയ്ലറ്റ് ശീലങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പരമാവധി അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണ രീതിയിൽ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ഫാസ്റ്റ് ഫുഡും അതുപോലെ ജങ്ക് ഫുഡുകളൊക്കെ. സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള ഹോട്ടൽ ഫുഡുകളൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത്തരം അതിലുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് അല്ലെങ്കിൽ പല കെമിക്കൽസ് നമുക്ക് രുചി കൂടാനും നിറത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കെമിക്കൽസൊക്കെയുള്ള ഫുഡുകൾ കഴിച്ചാൽ അത് നമ്മുടെ വയറിൽ പ്രോബ്ലം ഉണ്ടാക്കുകയും ദഹനം നടക്കാത്ത പ്രശ്നങ്ങൾ വരും. ഈ ദഹനക്കുറവ് കാരണം മലബന്ധം വരും. അങ്ങനെ ഈ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഫുഡുകൾ പരമാവധി ഹോട്ടൽ ഫുഡുകളും ജങ്ക് ഫുഡുകളും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, അതുപോലെ റിഫൈൻഡ് മൈദ ഉപയോഗിച്ചിട്ടുള്ള പൊറോട്ട, കുബൂസ്, റൊട്ടി, ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കാം. നമുക്കറിയാം പൊറോട്ടയൊക്കെ നമുക്ക് മലയാളികൾക്കിടയിൽ ഏറ്റവും പ്രിയമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അപ്പോൾ അത്തരം ഫുഡുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരം ഫുഡുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നതുണ്ടെങ്കിൽ അത്തരം ശീലങ്ങൾ നമ്മൾ മാറ്റിവെക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാനും ഇനി വന്ന ആളുകൾക്ക് ഇത് മാറാനും ഇത് നമുക്ക് സഹായിക്കും. അതുപോലെ ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുക. ഒരു നേരത്തെ ഫുഡും ഒഴിവാക്കരുത്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുക, കുനിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ദഹനം നടക്കില്ല. അത് മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു 4-5 ദിവസം വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൃത്യമായിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോ വ്യായാമം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മലബന്ധം ഒഴിവാകാനും പൈൽസ് പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ സ്ഥിരമായിട്ട് പുകവലി, മദ്യപാന ശീലമുള്ള ആളുകളാണെങ്കിൽ അത് പരമാവധി കുറക്കുക. കാരണം പുകവലി, മദ്യപാനമൊക്കെ ഉള്ള ആളുകളിൽ നമ്മുടെ ശരീരത്തിൽ അവ കൂടുതലായിട്ട് വെള്ളം വലിച്ചെടുക്കും. ഇങ്ങനെ കൂടുതലായിട്ട് വെള്ളം വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മലം പോകാൻ ബുദ്ധിമുട്ട് വരികയും ഇതുപോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്കുണ്ട് മലം പോകണം തോന്നിക്കഴിഞ്ഞാൽ പിടിച്ചു വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമ്മുടെ മലം ഈ നമ്മുടെ വൻകുടലിൽ ഇരിക്കുന്നോ അത്രയും കൂടുതലായിട്ട് വെള്ളം അതിൽ നിന്ന് വലിച്ചെടുക്കും. ഇങ്ങനെ കൂടുതലായിട്ട് വെള്ളം വലിച്ചെടുക്കും. അത് കൂടുതലായിട്ട് ഡ്രൈ ആവുകയും പിന്നീട് അത് മലം പോകാൻ നല്ല ബുദ്ധിമുട്ട് വരികയും അത് ഫിഷറും പൈൽസ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ മലബന്ധം സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് പറയുന്നത് അത്തിപ്പഴം നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് നമ്മൾ ഒരു ദിവസം മാത്രം ചെയ്താൽ പോലെ ഒരു 2 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള മലബന്ധമൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു നാരങ്ങയുടെ നീരൊഴിച്ച് അതിലേക്ക് ഒരു നുള്ള് തേനും ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് മലബന്ധം ഒഴിവാകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെയാണ് കറുത്ത ഉണക്കമുന്തിരി. ഇത് രാത്രി നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ ആ വെള്ളത്തോട് കൂടെ അത് കഴിച്ചു കഴിഞ്ഞാലും മലബന്ധം ഒഴിവാകാറുണ്ട്. അതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് മലബന്ധമുള്ള ആളുകൾ ജീരക വെള്ളം സ്ഥിരമായിട്ട് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നതും മലബന്ധം ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കും.
ഇനി നമ്മൾ ഫിഷറി രോഗത്തിൻ്റെ ഒരു ലക്ഷണം പറഞ്ഞത് മലദ്വാരത്തിലുണ്ടാകുന്ന കഠിനമായിട്ടുള്ള വേദനയും പുകച്ചിലുമാണ് അല്ലേ. ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. അതാണ് സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ വട്ടത്തിലുള്ള ഒരു പാത്രത്തിൽ അരഭാഗം ചൂടുവെള്ളം എടുത്ത് അതിൽ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് കുറച്ച് കല്ലുപ്പിട്ടതിന് ശേഷം 10-15 മിനിറ്റ് ഇരിക്കുക. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വേദന കുറയാനും അവിടെയുള്ള മുറിവുണ്ടെങ്കിൽ അത് ഉണങ്ങാനും രക്തോട്ടം കൂടാനൊക്കെ സഹായിക്കും. അത് സ്ഥിരമായിട്ട് 2 നേരം ഡെയിലി ചെയ്യുന്നത് നമുക്ക് ഫിഷർ രോഗമൊക്കെ പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാനും നമുക്ക് വന്ന രോഗങ്ങൾ മാറ്റിയെടുക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്തിട്ടും തീരെ മാറ്റം തോന്നുന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായും അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ച് ഇതിൽ കറക്റ്റായിട്ടുള്ള ചികിത്സ എടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ പലപ്പോഴും നമ്മൾ രോഗനിർണയം നടത്തുന്നത് രോഗലക്ഷണങ്ങൾ നോക്കിയിട്ടാണ്. നമുക്ക് ലക്ഷണങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ഇത് പൈൽസ് ആണോ, ഫിഷറാണോ, ഫിസ്റ്റുലയാണോ എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ നേരിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് പരിശോധന നടത്താറുണ്ട്, റെക്ടൽ എക്സാമിനേഷൻ നടത്തും. അപ്പോൾ നമുക്കത് കണ്ടു കഴിഞ്ഞാലും അറിയാൻ പറ്റും ഇത് എന്താണ് അസുഖം എന്നുള്ളത്. ഇനി ചില ആളുകൾ ഇൻറ്റേർണൽ പൈൽസ് ഒക്കെ ആണെങ്കിൽ സ്ഥിരമായിട്ട് മലബന്ധം ഉണ്ടാവും, പക്ഷെ പുറമേക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഉള്ളിലോട്ട് കുഴലിറക്കിയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്, കൊളനോസ്കോപ്പി എന്ന് പറയും. ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അസുഖം എന്നുള്ളത് അറിയാൻ പറ്റും. ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റാറുണ്ട്. ഇനി നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ മെഡിസിൻ കൊറിയറായിട്ട് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഓൺലൈൻ കൺസൾട്ടേഷനെ കുറിച്ചും ഇത്തരം ചികിത്സാ രീതിയെക്കുറിച്ചും അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.